വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക പുരോഗതിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ബാങ്കിംഗ് സ്ഥാപനമായ ലോകബാങ്ക് വർഷാവർഷം പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. ഈ അടുത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ലോകബാങ്ക് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യസ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ ചേഞ്ചിങ് ഗ്ലോബൽ കണ്ടെക്സ്റ്റ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ടിൽ 2030 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ $7 ട്രില്യൺ എത്തിക്കുക, കയറ്റുമതി $1 ട്രില്യൺ ഉയർത്തുക എന്നിങ്ങനെ ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ചില മാർഗനിർദ്ദേശങ്ങളും ലോകബാങ്ക് മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊരു നിർദ്ദേശം കുറഞ്ഞ താരിഫിൽ കയറ്റുമതിക്ക് അവസരമൊരുക്കുന്ന RCEP എന്ന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുക എന്നതായിരുന്നു. ഇതിലൂടെ ചൈനയ്ക്ക് ബദലായി ഒരു നിർമ്മാണ ശക്തിയായി ഇന്ത്യക്ക് മാറാം എന്നും കയറ്റുമതി ത്വരിതപ്പെടുത്തുന്നതിലൂടെ 2030 $1 ട്രില്യൺ കയറ്റുമതി എന്ന ലക്ഷ്യം എളുപ്പത്തിൽ സാധിക്കാമെന്നും ലോകബാങ്ക് തങ്ങളുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. 2019 RCEP ചർച്ചകളിൽ നിന്നും പിന്മാറിയ ഇന്ത്യ ഇത്തവണ ലോകബാങ്കിന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കുമോ? എന്തുകൊണ്ടാണ് 2019 ഇന്ത്യ ഈ ആകർഷകമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും പിന്മാറിയത്? RCEPയിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി എന്താണ്? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് RCEP എന്ന് നമുക്ക് നോക്കാം. റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് RCEP. ഏഷ്യ പസഫിക് രാജ്യങ്ങൾക്കിടയിൽ 2020 രൂപീകൃതമായ ഒരു വലിയ ബഹുരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ലോകത്തിലെ പ്രധാന വ്യാപാര ശക്തികളായ ജപ്പാൻ, ചൈന, തെക്കൻ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഒപ്പം ആസിയാൻ രാജ്യങ്ങൾ ഉൾപ്പെടെ 15 അംഗരാജ്യങ്ങളുള്ള RCEPയെ വ്യാപാരവും ബിസിനസ്സും എളുപ്പമാക്കുന്നതിനായുള്ള ഒരു വലിയ ക്ലബ്ബായി കണക്കാക്കാം. ലോകബാങ്ക് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഈ ക്ലബിന്റെ ഭാഗമായാൽ വ്യാപാര അവസരങ്ങളുടെ ഒരു പുതിയ ലോകമാകും ഇന്ത്യക്ക് മുന്നിൽ തുറക്കുക. ഇന്ത്യ RCEPയിൽ അംഗമാകുകയാണെങ്കിൽ അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്ക് RCEPയിലെ മറ്റ് അംഗരാജ്യങ്ങളുമായി വ്യാപാരം നടത്തുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഈ രാജ്യങ്ങളിൽ ക്രമേണ 90% താരിഫ് ഇളവ് ലഭിക്കും. പകരം ഇന്ത്യയും ഇതുപോലെ ഈ അംഗരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന്റെ താരിഫ് 90% കുറയ്ക്കേണ്ടി വരും. ഇറക്കുമതി താരിഫുകൾ ഗണ്യമായി കുറയ്ക്കുന്നതോടെ RCEP രാജ്യങ്ങൾക്കിടയിലെ വ്യാപാരം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ത്വരിതപ്പെടുന്നു. ഇറക്കുമതി താരിഫുകൾ കുറയുന്നതോടെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന എണ്ണ, പ്രകൃതിവാതകം, അസംസ്കൃത വസ്തുക്കൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങും എന്നൊരു മേന്മ കൂടി ഇതിലുണ്ട്. മാത്രമല്ല ആഗോള ജനസംഖ്യയുടെ 30% RCEP രാജ്യങ്ങളിലാണ് ഉള്ളത് എന്നതിനാൽ തന്നെ ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് വളരെ വലിയൊരു വിപണിയിലേക്കാണ് RCEPയിലൂടെ പ്രവേശനം ലഭിക്കുക. കൂടാതെ RCEPയിലെ വിവിധ അംഗരാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ അതിർത്തി കടന്നുള്ള രാജ്യാന്തര വ്യാപാരത്തിന് അവസരമൊരുക്കും എന്നുകൂടി ഈ ബഹുരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാർ ഉറപ്പു നൽകുന്നു. RCEP അംഗരാജ്യങ്ങൾ മൊത്തം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ 4/1 പങ്ക് വഹിക്കുന്നു എന്നതിനാൽ ഈ ബഹുരാഷ്ട്ര വ്യാപാര കരാർ ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത് ഒരു വലിയ ഡീലാണെന്ന് തന്നെ പറയാം. പക്ഷേ ഈ കരാറിന് മറ്റൊരു വശം കൂടിയുണ്ട്. RCEP അംഗരാജ്യങ്ങൾ ഇന്ത്യക്ക് വ്യാപാരത്തിനായി അതിർത്തി തുറന്നു നൽകുന്നതിന് പകരമായി ഇന്ത്യയും ഈ രാജ്യങ്ങളുടെ വ്യാപാര ആവശ്യത്തിനായി നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തി അതിർത്തി തുറന്നു നൽകണം. അവിടെയാണ് യഥാർത്ഥ ആശങ്കകൾ തുടങ്ങുന്നത്. RCEP സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യക്ക് ക്ഷണം ലഭിക്കുന്നത് ഇതാദ്യമായല്ല. 2012 മുതൽ തന്നെ RCEPയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആസിയാൻ രാജ്യങ്ങളുമായും മറ്റും ഇന്ത്യ നടത്തിയിരുന്നു. 2019 7 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് RCEP സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതായി അറിയിച്ചത്. RCEPയുടെ നിലവിലെ ഘടന RCEPയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളെ പ്രതിഫലിക്കുകയോ ഇന്ത്യയുടെ പ്രശ്നങ്ങളെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്യുകയോ ചെയ്തില്ല എന്നും ഇന്ത്യയിലെ ചെറുകിട വ്യവസായം, കാർഷിക മേഖല, ക്ഷീര വ്യവസായം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും എന്നതിനാലും ഇന്ത്യ RCEPയിൽ നിന്നും പിന്മാറുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം. കൂടാതെ RCEP രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി അഥവാ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തെക്കാൾ കൂടുന്ന അവസ്ഥ പോലെയുള്ള നിർണായക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ന്യായമായ സംവിധാനം കരാറിൽ ഇല്ലായിരുന്നു എന്നതും ഇന്ത്യയുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് RCEPയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം ഇന്ത്യ തങ്ങളുടെ 2019 നിലപാട് പുനഃപരിശോധിക്കണോ എന്നതാണ്. ഇന്ത്യ ആ നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് ലോകബാങ്ക് അഭിപ്രായപ്പെടുന്നത്. ലോകബാങ്കിന്റെ അഭിപ്രായത്തിന് പിന്നിലെ യുക്തി ലളിതമാണ്. കുറഞ്ഞ തൊഴിൽ നൈപുണ്യം ആവശ്യമുള്ള, അത്യധ്വാനം വേണ്ടിവരുന്ന ഉൽപാദനത്തിൽ നിന്നും ചൈനയുടെ ഉൽപാദന മേഖല മാറുകയാണ്. ഉയർന്ന വേതനവും ഉയർന്ന മൂല്യവുമുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ചൈനയുടെ ഈ പുതിയ ദിശാമാറ്റത്തിന് കാരണമാണ്. ഇന്ത്യക്ക് ഉൽപാദന മേഖലയിലേക്ക് ചുവടുവെക്കാനും ആഗോള ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കാനുമുള്ള നല്ലൊരു അവസരമായാണ് ലോകബാങ്ക് ഇതിനെ കാണുന്നത്.
നിലവിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല വലിയ മൂലധന നിക്ഷേപം ആവശ്യമുള്ള ഹൈടെക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ മാതൃക നവീകരണത്തിന് ഉതകുന്നതാണെങ്കിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമല്ല. നേരെ മറിച്ച് രാഷ്ട്രത്തിന്റെ ഉൽപാദന മേഖലയുടെ 40% സൃഷ്ടിക്കുന്നത് വസ്ത്രങ്ങൾ, തുകൽ, തുണിത്തരങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയ വ്യവസായങ്ങളാണ്. നഗരങ്ങളിലെ തൊഴിലില്ലായ്മ ഇപ്പോഴും 17% തുടരുന്നതിനാൽ ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള തൊഴിൽ മേഖലയുടെ വികസനമാണ്. ചൈനയെ പിന്തള്ളി RCEPയിലൂടെ ഇന്ത്യക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് ലോകബാങ്ക് അഭിപ്രായപ്പെടുന്നത് ഇവിടെയാണ്. RCEPയിൽ ചേരുന്നതിലൂടെ ഇങ്ങനെ എണ്ണമറ്റ ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് 2019 ഇന്ത്യ RCEPയിൽ നിന്നും പിന്മാറിയത്? RCEP അതിന്റെ അംഗരാജ്യങ്ങൾക്ക് ലഭിക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്ന നേട്ടം അല്പം സങ്കീർണമാണ്. ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി മലേഷ്യയിലെ ഒരു കളിപ്പാട്ട കമ്പനി സങ്കല്പിക്കുക. കുറഞ്ഞ നികുതിയിൽ എല്ലാ RCEP രാജ്യങ്ങളിലേക്കും തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ കയറ്റി അയക്കാൻ ഈ കമ്പനി ആഗ്രഹിക്കുന്നു. പക്ഷേ RCEPയിലെ 90% നികുതി ഇളവ് ലഭിക്കണമെങ്കിൽ തങ്ങളുടെ കളിപ്പാട്ടത്തിന്റെ 40% ഭാഗങ്ങളെങ്കിലും RCEP രാജ്യങ്ങളിൽ നിർമ്മിച്ചതാണെന്ന് ഈ കമ്പനിക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ കമ്പനി കളിപ്പാട്ട നിർമ്മാണത്തിനായി RCEP അംഗരാജ്യങ്ങളായ തായ്ലൻഡിൽ നിന്ന് പ്ലാസ്റ്റിക്, വിയറ്റ്നാമിൽ നിന്ന് പെയിന്റ്, ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇലക്ട്രോണിക് ഭാഗങ്ങൾ എന്നിവ വാങ്ങേണ്ടതുണ്ട്. ഇതിനെ ക്യുമുലേഷൻ റൂൾ എന്നാണ് വിളിക്കുക. ഇങ്ങനെ നിർമ്മിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ജപ്പാൻ പോലുള്ള മറ്റ് RCEP രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോഴാണ് കയറ്റുമതി നികുതിയിൽ ഇളവുകൾക്ക് യോഗ്യത നേടുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഉദാഹരണത്തിന് RCEP ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ജർമ്മനിയിൽ നിന്നുള്ള മോട്ടോറുകളാണ് ഈ കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ മോട്ടോറുകളുടെ മൂല്യം ഒഴിവാക്കിയുള്ള നികുതി ഇളവാകും ലഭിക്കുക. അങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സിൽ എത്രത്തോളം RCEP രാജ്യങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഭാഗങ്ങളുണ്ടോ അത്രത്തോളം നികുതി ഇളവ് നഷ്ടമാകുന്നു. എന്ന് മാത്രമല്ല ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി താരിഫും ഉയരും. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. 2019 RCEPയിൽ നിന്ന് പിന്മാറാനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക കാരണം RCEPയെ സംബന്ധിച്ച് ഇന്ത്യ ഉന്നയിച്ച ആശങ്കകളെ വേണ്ട വിധം അഡ്രസ്സ് ചെയ്തില്ല എന്നതായിരുന്നു. എന്നാൽ ഈ ബഹുരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമാകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിച്ച മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൂട്ടായ്മയിലെ ചൈനയുടെ സാന്നിധ്യമാണ്. ക്രമേണ 90% വരെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ച് നിക്ഷേപ നിയമങ്ങൾ ലഘൂകരിച്ച് വ്യാപാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യം വെക്കുന്ന RCEP സിദ്ധാന്തത്തിൽ മികച്ചതായി തോന്നുമെങ്കിലും പ്രായോഗിക തലത്തിൽ ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഇറക്കുമതി തീരുവ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നത് ആഭ്യന്തര മാർക്കറ്റിലേക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റത്തിലും ചൈനയുമായുള്ള വ്യാപാരത്തിൽ കടുത്ത വ്യാപാര അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലും കാരണമാകും. RCEPയിലൂടെ എല്ലാ അംഗരാജ്യങ്ങൾക്കും ഒരേപോലെ പ്രയോജനം ഉണ്ടാവേണ്ടതാണെങ്കിലും ഫലത്തിൽ അത് അങ്ങനെയല്ല. 2022 RCEP കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള 2 വർഷത്തെ വ്യാപാര കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കരാറിലൂടെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ രാജ്യം ചൈനയാണ് എന്നാണ്. ഉദാഹരണത്തിന് ദക്ഷിണ കൊറിയയുമായുള്ള ചൈനയുടെ വ്യാപാരം തന്നെ എടുക്കാം. RCEPക്ക് മുമ്പ് ചൈനയ്ക്ക് ദക്ഷിണ കൊറിയയുമായുള്ള വ്യാപാരത്തിൽ വലിയ വ്യാപാര കമ്മി ഉണ്ടായിരുന്നു. അതായത് ദക്ഷിണ കൊറിയയിലേക്ക് ചൈന കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ ചരക്ക് ദക്ഷിണ കൊറിയയിൽ നിന്നും ചൈന വാങ്ങുമായിരുന്നു. എന്നാൽ RCEP കരാർ നിലവിൽ വന്നതിന് ശേഷം സ്ഥിതി മാറി. ഈ വ്യാപാര കമ്മി ചുരുങ്ങിയ കാലം കൊണ്ട് ഗണ്യമായി കുറഞ്ഞു. ഇത് RCEP രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര ചലനാത്മകതയിൽ സംഭവിക്കുന്ന വലിയ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇത് ദക്ഷിണ കൊറിയയുടെ മാത്രം കാര്യമല്ല. ജപ്പാൻ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് RCEP രാജ്യങ്ങളുമായുള്ള ചൈനയുടെ വ്യാപാരത്തിലും ഇതേ പ്രവണത ആവർത്തിച്ചു. ആസിയാൻ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ വ്യാപാര കമ്മി പൂർണ്ണമായും ഇല്ലാതായില്ല എങ്കിൽ പോലും RCEP പ്രാബല്യത്തിൽ വന്നതിന് ശേഷം അവ ഗണ്യമായി ചുരുങ്ങി. ഇത് RCEP വ്യാപാര കരാർ അതിന്റെ സ്ഥാപിത മൂല്യങ്ങൾക്ക് വിപരീതമായി ചൈനയ്ക്ക് എത്രമാത്രം അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇന്ത്യ 2019 RCEPയിൽ അംഗമായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചൈനയുമായുള്ള വ്യാപാര കമ്മി കൂടുതൽ വഷളാകുമായിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യക്ക് ഏറ്റവും വലിയ വ്യാപാര കമ്മിയുള്ള രാജ്യം ചൈനയാണ്. മാത്രമല്ല ഈ വ്യാപാര കമ്മി പ്രതിവർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ചൈന അമേരിക്കയെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയിരുന്നു. ചൈനയും അമേരിക്കയുമായി ഏതാണ്ട് തുല്യ തുകയുടെ വ്യാപാരമാണ് ഇന്ത്യ നടത്തിയത്. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് $36.74 ബില്യൺ വ്യാപാര മെച്ചമുണ്ടായപ്പോൾ ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് $85 ബില്യൺ വ്യാപാര കമ്മിയാണ് ഉണ്ടായത്. ഇന്ത്യ RCEPയിൽ അംഗമായിരുന്നുവെങ്കിൽ ഈ വ്യാപാര കമ്മി ഇതിലും വഷളാകുമായിരുന്നു. അതിലുപരിയായി RCEPയിൽ അംഗമാകുന്നതിലൂടെ കുറഞ്ഞ കാലം കൊണ്ട് ചൈനയിൽ നിന്നും തൊഴിൽ നൈപുണ്യം കുറഞ്ഞ ഉൽപാദനത്തിന്റെ കുത്തക ഇന്ത്യക്ക് വേഗത്തിൽ ഏറ്റെടുക്കാമെന്ന ലോകബാങ്കിന്റെ അഭിപ്രായം അപ്രായോഗികമാണ്. ആഗോള വിതരണ ശൃംഖല ചൈനയിൽ നിന്നും മാറ്റാൻ സമയമെടുക്കും. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, സമ്പൂർണ്ണ ഉൽപാദന
ആവാസ വ്യവസ്ഥ എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ ഉൽപാദന മേഖലയിൽ ചൈനയ്ക്കുണ്ട്. മറ്റൊരു പ്രധാന ഘടകം എന്തെന്നാൽ ന്യൂസിലൻഡും ചൈനയും ഒഴിച്ച് ബാക്കി 15-ൽ 13 RCEP അംഗരാജ്യങ്ങളുമായും ഇന്ത്യ ഇതിനകം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. നിലവിലുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളിലെ വിപണിയിലേക്ക് പ്രിഫറൻഷ്യൽ ആക്സസും കുറഞ്ഞ താരിഫും മികച്ച വ്യാപാര നിബന്ധനകളോടുകൂടി വ്യാപാരം നടത്താനുള്ള അവസരവും നൽകുന്നു. അതുകൊണ്ട് തന്നെ RCEP അംഗമാകാത്തതുകൊണ്ട് ഇന്ത്യക്ക് കാര്യമായ നഷ്ടമുണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കാം. RCEPയിൽ അംഗമായാൽ ഉണ്ടാകുമായിരുന്ന വ്യാപാര നഷ്ടം ഒഴിവാക്കി ഈ അംഗരാജ്യങ്ങൾ ഓരോന്നുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ട് വ്യാപാര ആനുകൂല്യം നേടാനായി എന്നത് ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമായി കണക്കാക്കാം. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.